ഹലോ, ലൈഫ് ടൈം ജംസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പേരിയാണ്. തേങ്ങയൊക്കെ ഒതുക്കിയിട്ടൊരു ഉപ്പേരി. ഇതൊരു ചീരേൻ്റെ ഇലയാണ്. ഇതെന്താണ് ചായ മനസ്സ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പേര്. ഇതിന് വേറെ എന്തൊരു പേരും കൂടി ഉണ്ട്, അത് ഞാൻ മറന്നു പോയിട്ടുണ്ട്. ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. ഇത് അച്ഛനും മോളും കൂടിയൊക്കെ വെട്ടാൻ പോയിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇത് നല്ലൊരു ഇതിൽ കാൽസ്യം, വിറ്റാമിൻ, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് ഷുഗർ പേഷ്യൻസിന് നല്ലതാണ് കേട്ടോ. ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ചായ ഉണ്ടാക്കും തോന്നുന്നു. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പം അത് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇലേൻ്റെ തണ്ടൊക്കെ നമ്മൾ വെട്ടുകയാണ് കേട്ടോ. തണ്ടൊക്കെ വെട്ടി ഇല മാത്രം. അപ്പോൾ ഇതിന് ഈ തണ്ടിൻ്റെ അവിടെ ഒരു വെള്ള ചക്കയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഇതുണ്ടാവും, പാല്. അപ്പം അത് നന്നായിട്ട് കളയണം അതിൻ്റെ. പിന്നെ ഇത് നല്ല വേവുള്ള സാധനം കേട്ടോ. നമ്മൾ സാധാരണ വേവിക്കുകയാണെങ്കിൽ അതൊരു അരമണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ. അപ്പം നമ്മളിവിടെ കുക്കറിലാണെങ്കിൽ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വേഗം കുക്കറിലിട്ട് വേവിക്കുക ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നേരെ അരിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നൂല് പോലെയാണ് ഇത് വരിക. ആ നീളത്തിലാവുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ചീരേൻ്റെ ഇലയൊക്കെ അരിഞ്ഞിട്ട് വരാം കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ അത്? ഇത് വേഗം പിടിക്കുന്നൊരു സാധനമാണ്. ഒരു ചെറിയ തണ്ട് കൊണ്ട് കുഴിച്ചിട്ടത് ഇവിടെ കാട് പോലെ ഉണ്ടാവും ഇത്. ഇല്ലെങ്കിൽ എല്ലാവരും നട്ട് വളർത്തുക. കാരണം അതൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് പച്ചക്കറികളും ഇലക്കറികളും ഒക്കെയാണ്. ഇനി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അപ്പോൾ ഇത് കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിലേക്ക് തേങ്ങ, വലിയ ഉള്ളി, പച്ചമുളക്, വേണമെങ്കിൽ 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഞങ്ങളിവിടെ കുട്ടികൾക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് അധികം എരിവ് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 വറ്റൽമുളക് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. തേങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങ ഒന്നും ചൂടാക്കിയെടുക്കാം നമുക്ക്. അങ്ങനെ തേങ്ങ ഒന്ന് ചൂടായാൽ നമുക്കതിലേക്ക് ഈ ഇല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് മിക്സീൻ്റെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ചീര നല്ല വേവുള്ളതായതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളെ ചായ മനസ്സ ചീരേൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലില്ലെങ്കിൽ എവിടെ നിന്നാണോ കിട്ടുന്നത് കൊണ്ടുവന്നൊന്ന് പിടിപ്പിച്ചൊരു കഷ്ണം പിടിപ്പിച്ചാൽ മതി. ഒരുപാട് ഇല ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം വെട്ടി കൊടുക്കുന്നു. പക്ഷെ അതിൻ്റെ ഇരട്ടിയായിട്ട് അത് വളർന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.